ഹലോ എല്ലാവർക്കും സ്വാഗതം KDXയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫില്ലറ്റ്, ചാംഫർ, ബ്ലെൻഡ് കർവ്സ്, അറേ, സ്ട്രെച്ച്, ബ്രേക്ക്, ബ്രേക്കറ്റ് പോയിന്റ്, ഡിവൈഡ്, മെഷർ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൽ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഫില്ലറ്റ് ആണ്. എന്താണ് ഫില്ലറ്റ്? ഫില്ലറ്റ് എന്ന് പറയുമ്പം ഒരു ഒബ്ജക്റ്റിന്റെ കോർണറുകൾ ആർക്ക് ഷേപ്പിൽ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫില്ലറ്റ് എന്ന് പറയാം. എന്താണ് ഫില്ലറ്റ്? ഒരു ഒബ്ജക്റ്റിന്റെ കോർണർ ആർക്ക് ഷേപ്പിൽ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫില്ലറ്റ് എന്ന് പറയാം. അപ്പൊ ഒരു ആർക്ക് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വാല്യൂ റേഡിയസ് ആണ്. അതായത് കൃത്യമായ ഒരു റേഡിയസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഫില്ലറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കുന്നത്. ഡയമെൻഷൻസിലേക്ക് വന്നു. ഞാൻ 200 ലെങ്ത്തും 100 വിഡ്ത്തും കൊടുത്തു ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പൊ എന്താ ഫില്ലറ്റിന്റെ കമാൻഡ് പറഞ്ഞത്? FLA, എഫ് ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. ഇവിടെ എഫ് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്ത പാടെ ബ്രാക്കറ്റിൽ റേഡിയസ് എന്നുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്യണേ. ദെൻ സ്പെസിഫൈ ഫില്ലറ്റ് റേഡിയസ് ഞാൻ ഇവിടെ ഒരു 30 എന്ന് കൊടുക്കുന്നു, എന്റർ ചെയ്യുന്നു. ദെൻ സെലക്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് എഡ്ജ് ക്ലിക്ക് ചെയ്യാം ഒബ്ജക്റ്റിന്റെ. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എഡ്ജ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഇങ്ങനെ ഉണ്ടായ ഒരു കോർണർ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഒരാർക്ക് വന്നു. ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് വീണ്ടും ഈ ഒരു കോർണർ ഫില്ലറ്റ് ചെയ്യണമെന്ന് വിചാരിക്കൂ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തൊട്ടു മുന്നേ ഉപയോഗിച്ച ടൂള് തിരിച്ചു വരാൻ എന്റർ ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്റർ ചെയ്തു. ദെൻ റേഡിയസിലേക്ക് വരുന്നു. ഓക്കെ, എനിക്കൊരു 50 ആണ് റേഡിയസ് വേണ്ടത്. 50 കൊടുക്കുന്നു, എന്റർ ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ. ക്ലിയർ? ഇവിടെ നിങ്ങൾ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മളിപ്പം 4 കോർണർ ഉണ്ടെങ്കിൽ 4 പ്രാവശ്യം ഫില്ലറ്റ് പറഞ്ഞ ടൂള് എടുക്കേണ്ടി വരുന്നുണ്ട് അല്ലെ? അതായത് ഒരു പ്രാവശ്യം ഫില്ലറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ടൂള് ക്വിറ്റാവും. വീണ്ടും എന്റർ അടിക്കണം തിരിച്ചു വരാൻ. അപ്പൊ 4 പ്രാവശ്യം എന്റർ അടിക്കേണ്ടി വരുന്നുണ്ട് 4 കോർണറും ഫില്ലറ്റ് ചെയ്യാൻ. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നാണ് ആൻസർ. എന്താണ് ആ സൊല്യൂഷൻ? നമുക്ക് ഇപ്പൊ നോക്കാം. ഫില്ലറ്റ് എടുക്കുക, റേഡിയസ് ആവശ്യമായ റേഡിയസ് കൊടുക്കുക. ഞാനൊരു 20 റേഡിയസ് കൊടുത്തു. ദെൻ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പൊ മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ കണ്ടിന്യൂസ് ആയി നമുക്ക് എന്ത് ചെയ്യാം? ഫില്ലറ്റ് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് കണ്ടോ? ക്വിറ്റായോ? ഇല്ല. സെക്കൻഡ്. ഇനി വേറെ ഒബ്ജക്റ്റ് ഉണ്ടോ? അവിടെ ഇവിടെ ഒക്കെ കൊടുക്കാം. നമുക്ക് മതിയെന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ ക്വിറ്റ് ചെയ്താൽ മതി. എങ്ങനെ? എന്റർ അടിച്ചുകൊണ്ട്, എന്റർ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് തന്നെ ക്വിറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അത് മറക്കത്തില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് നമുക്ക് വരാം. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആക്ച്വലി എങ്ങനെയായിരുന്നു ലൈൻ ഉണ്ടായത്? ഇവിടുന്ന് ഇങ്ങനെ വന്ന് അല്ലേ? നോക്കി, ഇങ്ങനെ ഒരു ക്രോസിംഗ് ഉണ്ടായിട്ടില്ലേ? ആ ക്രോസിംഗ് എന്നല്ലേ, ആ കോർണറിൽ നിന്നല്ലേ ഇങ്ങനെ ഒരു ആർക്ക് വന്നത്? ഈ ഒരു കോർണർ പോകാൻ കാരണം എന്താണ്? അതാണ് അടുത്ത ചോദ്യം. ഫില്ലറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോർണർ പോകാൻ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫൈ മെത്തേഡ് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. ഉണ്ട് എന്നാണ് ആൻസർ. അത് ഏത് മെത്തേഡാന്ന് ഇപ്പൊ നോക്കാം കേട്ടോ. ഞാനൊരു റെക്റ്റാങ്കിൾ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. അഗൈൻ ഫില്ലറ്റ് എടുക്കുന്നു. ഇവിടെ കമാൻഡ് ഏരിയയിൽ ട്രിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ട്രിം. എന്റർ ട്രിം മോഡ് ഓപ്ഷൻ. ട്രിം ആണ് ആക്റ്റീവ്. അപ്പൊ ട്രിം ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ് ഈ കോർണർ, ഇങ്ങനെയുള്ള കോർണർ കട്ടായിട്ട് ഫില്ലറ്റ് വരുന്നത്. അപ്പൊ ഞാൻ ട്രിമ്മിന്റെ കണ്ടീഷനിൽ നോ ട്രിം കൊടുക്കുന്നു. ദെൻ റേഡിയസ് കൊടുക്കുന്നു, എന്റർ ചെയ്യുന്നു. ഞാൻ നോ ട്രിം ആണ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ നോക്കിയേ, ആ കോർണർ അതുപോലെ ഉണ്ടാവും. അപ്പൊ ട്രിം ആകുമ്പോൾ ഈ കോർണർ കട്ടാവും. നോ ട്രിം ആകുമ്പോൾ കോർണർ അതുപോലെ കീപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഫില്ലറ്റിലെ പോളി ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് പോളി ലൈൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ അവയെ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? കോർണറുകൾ ഫില്ലറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പൊ ഫില്ലറ്റിലേക്ക് വരാം. എഫ് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്തു. പോളി ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ സെലക്ട് 2D പോളി ലൈൻ ഉണ്ട്, ബ്രാക്കറ്റിൽ റേഡിയസ് ഉണ്ട്. റേഡിയസ് കൊടുക്കുക. നമ്മൾ തൊട്ട് മുന്നേ കൊടുത്ത റേഡിയസ് തന്നെ അവിടെ കാണിക്കുന്നത്. അത് മതിയെങ്കിൽ എന്റർ ചെയ്താൽ മതി. ഞാനൊരു 30 ആണ് കൊടുക്കുന്നത്. ദെൻ പോളി ലൈനെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ 30
കൊടുത്തിട്ട് മൗസിന്റെ മേലെ ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ കണ്ടോ അത് ഓവർ റേഡിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. റേഡിയസിലേക്ക് വന്ന് ഞാൻ എന്താക്കി 20 ആക്കി. ജസ്റ്റ് അതിന്റെ മേലെ മൗസ് വെക്കുമ്പോൾ തന്നെ പ്രിവ്യൂ കാണിക്കും കേട്ടോ. ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ എന്തുകൊണ്ട് ഈ കോർണർ പോയില്ല? നോ ട്രിമ്മല്ലേ കിടക്കുന്നത് ഓപ്ഷനിലെ, അതുകൊണ്ടാണ്. അപ്പോ കോമൺ ആയിട്ട് ഫില്ലേറ്റ് ചെയ്യുന്നതിനും പോളിലൈൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ഫില്ലേറ്റ് ചെയ്യുന്നതിനും ട്രിം നോ ട്രിം കണ്ടീഷൻ ഒരുപോലെയാണ് അപ്ലൈ ആവുക മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഇനി നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു. ആക്ച്വലി ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു പോളിലൈൻ ഒബ്ജക്റ്റ് ആണ്. സംശയം ഉണ്ടെങ്കിൽ അതിന്റെ മേലെ മൗസ് വെക്കുമ്പോൾ പോളിലൈൻ, എന്തുകൊണ്ടാണ് ഇതിനെ പോളിലൈൻ എന്ന് പറയുന്നത്? ഇത് സിംഗിൾ അല്ലേ? സിംഗിൾ ആയിട്ടുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും ഓട്ടോകാഡിന്റെ കണ്ണിൽ അവർ എന്തായിട്ടാ കാണുക? സിംഗിൾ പോളിലൈൻ, അങ്ങനെയാണ് കണക്കാക്കുക. അപ്പോ ഒരു റെക്റ്റാങ്കിളിന്റെ 4 കോർണറും ഈസിലി ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് പോളിലൈനിലേക്ക് വന്ന് റേഡിയസ് എടുത്തിട്ട് അതിന് വേണ്ട വാല്യൂ കൊടുക്കുക. ദെൻ ഇതിന്റെ മേലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ, അത് പഠിച്ചുവല്ലോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫില്ലറ്റിന്റെ അയൽക്കാരനായിട്ടുള്ള ചാംഫർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഫില്ലറ്റിന്റെ അയൽവാസിയാണ് ആര്? ചാംഫർ. എന്താണ് ചാംഫർ? ചാംഫർ എന്ന് പറയുന്നത് ഇവിടെ ചെരിച്ച് കട്ട് ചെയ്യാനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ വരുന്ന കട്ടിങ് നോക്കിയില്ലേ? അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്ന കട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? ചാംഫർ എന്ന് പറയാം. ചാംഫറിന്റെ കമാൻഡ് CHA ആണ്. CHA, ചാ ചാ എന്ന് ആലോചിച്ചാൽ മതി. CHA, ചാ, ചാംഫർ. ചാംഫർ, ചാംഫർ, അങ്ങനെ. ക്ലിയർ അല്ലേ? ഇത് നോക്കണം. ചാംഫർ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ ഇവിടെ മുതൽ ഇവിടം വരെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഒരു ഡിസ്റ്റൻസും ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഒരു ഡിസ്റ്റൻസും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചാംഫർ ചെയ്ത് എടുക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാം. ഇപ്പൊ ഇത് D1 ആണെങ്കിൽ, ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ ഇത് ഡിസ്റ്റൻസ് 2, D2. ഇത് D1 ആണ്, ഇത് D2. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നോക്കാം. ക്ലിയർ? അപ്പോ CHA എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സെലക്ട് ഫസ്റ്റ് ലൈൻ എന്ന് ചോദിക്കുന്നു. നമ്മൾ ഡിസ്റ്റൻസ് അല്ലേ കൊടുക്കേണ്ടത്? അപ്പൊ ആ ഡിസ്റ്റൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേ. സ്പെസിഫൈ ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ്. ഞാൻ കൊടുക്കുന്നത് ഒരു 30 ആണ്. സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഒരുപോലെ കൊടുക്കാം. പക്ഷെ നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നത് കൊണ്ട് രണ്ടും വ്യത്യസ്തമായ ഒരു ഡിസ്റ്റൻസ് കൊടുത്ത് ചെയ്യണം. എങ്കിലേ നമുക്ക് മനസ്സിലാവും ഏതാണ് ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് എന്നും ഏതാണ് സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് എന്നും. ഞാൻ ഫസ്റ്റ് 30 കൊടുത്തു, സെക്കൻഡ് ഞാനൊരു 20 കൊടുത്ത് എൻ്റർ ചെയ്യും. ഇനി ഞാൻ എവിടെയാണോ ഫസ്റ്റ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നത് ആ ഭാഗത്താണ് ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് വരിക. തീർച്ചയായും സെക്കൻഡ് ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്ത് സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് വരും. ഈ കോർണർ കട്ടായി പോവാതിരിക്കാൻ കാരണം കണ്ടീഷൻ നോ ട്രിം ആയതുകൊണ്ടാണ്. ഫില്ലറ്റിലെ കണ്ടീഷൻ ഓർമ്മയില്ലേ? സെയിം കണ്ടീഷനായ നോ ട്രിം തന്നെയാണ് ഇവിടെയും ആക്റ്റീവ്. നമുക്കൊന്ന് അളന്ന് നോക്കാം ഇത് നമ്മൾ കൊടുത്ത വാല്യൂ ഉണ്ടോ എന്നുള്ളത്. അനോട്ടേഷൻ പാനലിൽ വരാം, ലീനിയർ എടുക്കാം, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ കൊടുക്കാം. 30 കൊടുത്തത് D1, അതായത് ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാ? 20 കൊടുത്തത്. സെറ്റ് അല്ലേ? ക്ലിയർ? മനസ്സിലായല്ലോ? ഞാൻ ട്രിം ആണ് ഈ വാല്യൂ. ട്രിം എന്ന് പറഞ്ഞ മെത്തേഡ് എവിടെ കൊടുക്കുന്നതെങ്കിൽ ചാംഫറിനകത്ത് പോയിട്ട് ട്രിം മെത്തേഡ് ഉണ്ടാവും. അത് ട്രിം ആക്റ്റീവ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതും സെക്കൻഡ് ഇതും കൊടുക്കുകയാണ്. കണ്ടോ, ആ ലൈൻ കട്ടായി. ക്ലിയർ അല്ലേ? ദെൻ പോളിലൈന്റെ കേസിലൊന്ന് നോക്കിയേ. റെക്ടാങ്കിളും പോളിലൈൻ തന്നെയാണ്, അറിയാലോ. നമുക്ക് പോളിലൈന്റെ കേസിൽ, അതായത് ഇങ്ങനെ ഒരു കോർണർ വരച്ച് നമുക്ക് നോക്കി നോക്കാം. ചാംഫറിലേക്ക് വരാം. ഇവിടെ പോളിലൈനിലേക്ക് വരുമ്പം സെലക്ട് 2D പോളിലൈൻ ഡിസ്റ്റൻസ്. ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് 30, സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് ഞാൻ 10 കൊടുത്തു. കണ്ടോ, ഇവിടെ ഫസ്റ്റ് ഇവിടെ സെക്കൻഡ്, ആ രീതിയിലാണ് ഇത് വന്നിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി തീർന്നോ? തീർന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. ചാംഫർ എന്ന് പറയുമ്പോൾ 2 ഡിസ്റ്റൻസ് മാത്രമല്ല, ഒരു ഡിസ്റ്റൻസും ഒരു ആംഗിളും കൊടുത്തിട്ടും ചാംഫർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. CHA ടൈപ്പ് ചെയ്ത് ആംഗിൾ ക്ലിക്ക് ചെയ്യുക. സ്പെസിഫൈ ചാംഫർ ലെങ്ത് ഓൺ ദ ഫസ്റ്റ് ലൈൻ ചോദിക്കുന്നുണ്ടോ? അതായത് നമ്മൾ എവിടെയാണോ ഫസ്റ്റ് ലെങ്ത് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നത്
ഓക്കെ, ആ ഭാഗത്ത് വരേണ്ട ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ് പറയുന്നത്. ഞാനൊരു 20 കൊടുത്ത് എൻ്റർ ചെയ്തു. പിന്നീട് പറയുന്നത് സ്പെസിഫൈ ചാംഫർ ആംഗിൾ ഫ്രം ദ ഫസ്റ്റ് ലൈൻ. നമ്മൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് എവിടെ ക്ലിക്ക് ചെയ്യുന്നോ അവിടെ നിന്നുള്ള ആംഗിൾ ആണ്. ഞാൻ ഇവിടെ ഒരു 45 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ലൈനായിട്ട് ഞാൻ ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ലൈനായിട്ട് ഇവിടെയും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. ഞാനൊരു ലൈൻ എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. എളുപ്പത്തിൽ ആംഗിൾ അളക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഞാനിവിടെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് 20 അല്ലേ? ഇനി ഈ ഫസ്റ്റ് ലൈനും ചാംഫർ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് 45 എന്ന് പറയുന്നത്. ആംഗുലർ വരിക 2 ഗുഡ്. അടിപൊളി അല്ലേ? സെറ്റ് ചെയ്യാലോ. അപ്പോ ഡിസ്റ്റൻസും പഠിച്ചു, ആംഗിളും പഠിച്ചു. ഇപ്പൊ ചാംഫർ തീർന്നു, അതുപോലെ ഫില്ലറ്റും തീർന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഏരിയയിൽ പറയാ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഫില്ലറ്റും ചാംഫറും മനസ്സിലായ സ്ഥിതിക്ക് അടുത്തത് ബ്ലെൻഡ് കർവ്സ് ആണ്. എന്താണ് ബ്ലെൻഡ് കർവ്സ്? രണ്ട് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. രണ്ട് ലൈനിനെ ഒരു സ്പ്ലൈൻ മുഖേന കണക്ട് ചെയ്യുന്നതാണ്. രണ്ട് ലൈനിനെ ഒരു സ്പ്ലൈൻ മുഖേന കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബ്ലെൻഡ് കർവ്സ് ഉപയോഗിക്കാം. ഇവിടെ വരാം, ബ്ലെൻഡ് കർവ്സ് ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇവിടെ വരിക, ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫിറ്റ് കൊടുക്കാം. ഓക്കെ, ദെൻ കൺട്രോൾ വെർട്ടിക്സ് അറിയാലോ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണേ ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഇത് മൂന്നും ഓക്കെ അല്ലേ? ദെൻ അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഏതാണ്? അറയാണ്. ഇവിടെ എഴുതി വെച്ച പോലെ അറയാണ്. അറേ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് എന്നാണ് അർത്ഥം. എന്താണ് അറേഞ്ച്മെന്റ്? വാട്ട് ഈസ് അറേഞ്ച്മെന്റ്? കൃത്യമായ ഡിസ്റ്റൻസിന്റെയും കൃത്യമായ എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ അറേഞ്ച്മെന്റ് അഥവാ അറേ എന്ന് പറയാം. എന്താണ്? കൃത്യമായ എണ്ണത്തിന്റെയും കൃത്യമായ സ്പേസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ അറേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അറയിൽ തന്നെ 3 ടൈപ്പ് അറയാണുള്ളത്. ആദ്യത്തെ അറേ റെക്ടാങ്കുലർ അറയാണ്. രണ്ടാമത്തെ അറേ പോളാർ അറയാണ്. മൂന്നാമത്തേത് പാത്ത് അറയാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് റെക്ടാങ്കുലർ അറയാണ്. ഞാനൊരു ഒബ്ജക്റ്റ് വരച്ചു. AR ആണ് കമാൻഡ് വരിക. എൻ്റർ ചെയ്യുക. അതായത് കോമൺ ആയിട്ട് മൂന്നിനും കൂടെ AR എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുക. അതിന്റെ ഉള്ളിൽ നിന്നും ആവശ്യമുള്ള അറേ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് പതിവ്. അപ്പൊ AR ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. എൻ്റർ അറേ ടൈപ്പ് കണ്ടോ, 3 ടൈപ്പ് ഉണ്ട്. റെക്ടാങ്കുലർ ഉണ്ട്, പാത്ത് ഉണ്ട്, പോളാർ ഉണ്ട്. അപ്പൊ റെക്ടാങ്കുലർ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ റെക്ടാങ്കുലർ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? ഇപ്പോ റെക്ടാങ്കുലർ അറയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? കോളം എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. കോളം എന്ന് പറയുന്നത് ഈ സൈഡിലേക്ക് പോകുന്നതാണ്. പിന്നെ റോ കാണിക്കുന്നുണ്ട്. റോ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. കോളം 4 ഉള്ളത്. ഞാനിപ്പോ ഒരു 5 കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ 5 കോളമായി. റോ 3 ആണ്, പകരം ഞാൻ 4 കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ 4 റോ ആയി. ഈ ബിറ്റ്വീൻ എന്താണ്? ഇതിന്റെ സെന്റർ മുതൽ ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഏത് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അത് കോളം സൈഡ് ആണെങ്കിൽ ഇവിടെ മുതൽ ഇത് ഈ സെന്റർ വരെ വരും. ഇതിന്റെ സെന്റർ ടു അടുത്ത ഒബ്ജക്റ്റിന്റെ സെന്റർ വരെ. റോ ആണെങ്കിൽ ഇതിന്റെ സെന്റർ ടു അടുത്ത ഒബ്ജക്റ്റിന്റെ സെന്റർ വരെ. അങ്ങനെയാണ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. നമുക്കൊന്ന് നോക്കാം. ഈ ബിറ്റ്വീൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 200 കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ടു ഇത് 200 ആയിരിക്കും. ഓക്കെ, ഒന്ന് നോക്കിയേ. 200 1 2 3 4. അപ്പോ ഒരു 200 ഇവിടെ, രണ്ടാമത്തത് ഇവിടെ, മൂന്നാമത്തെ ഇവിടെ, നാലാമത്തെ ഇവിടെ. അപ്പോ 200 into 4 ആണ് അല്ലെ? എത്രയായിരിക്കും വരിക? 800 ആയിരിക്കും വരിക. മനസ്സിലായോ? 5 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 1 2 3 4 4 ഡിസ്റ്റൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ദെൻ ബിറ്റ്വീൻ റോ. റോ ഇപ്പൊ എത്രയാന്നുള്ളത് ഞാനിപ്പോ ഒരു 193 അവിടെ ഉണ്ട്. ഞാനൊരു 300 കൊടുക്കുകയാണ്. അപ്പൊ എത്ര വരും? നോക്കിയേ, 900 വരും. 4 ഒബ്ജക്റ്റ് ഉണ്ട്. 300 300 600 300 900. ടോട്ടൽ 900. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ ക്ലോസ് അറേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ അറേ എന്തായി? ക്രിയേറ്റ് ആയി അഥവാ ക്ലോസ് ആയി. ശ്രദ്ധിക്കണം,
ഇത് കുറച്ചിങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ. ഇനി എങ്ങാനും എനിക്ക് ഈ ഒബ്ജക്റ്റിനെ വീണ്ടും എണ്ണം ചേഞ്ച് ചെയ്യണം. അതായത് ഇപ്പൊ 5 എന്നുള്ളത് എനിക്ക് 5 അല്ല, കോളം 6 വേണ്ടത്. അതുപോലെ റോ എനിക്ക് ഇപ്പം 4 4 വേണ്ട, 5 വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് എഡിറ്റിംഗ് പർപ്പസ്. അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ എഡിറ്റിംഗിലെ ഓപ്ഷൻ റെഡിയാണ്. ദെൻ ഇവിടെ ഞാൻ 7 കൊടുക്കുവാണേ. ഇവിടെ റോ എത്ര കൊടുക്കുന്നു? 5 കൊടുക്കുവാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ. എന്തുകൊണ്ടാണ് ഈ രണ്ടാമതൊരു എഡിറ്റിംഗ് സാധ്യമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുമ്പം അസോസിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് ഡിഫാൾട്ടായിട്ട് എനേബിൾ ആയിരിക്കും. അതായത് ഇവിടെ ക്ലോസ് അറേ കൊടുത്തതിന് ശേഷം രണ്ടാമതും എഡിറ്റിംഗ് സാധ്യമാവുന്നത് അറേക്കുള്ളിൽ ഏത് ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ്? അസോസിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. നമുക്കൊന്നത് നോക്കാം എന്താണ് അസോസിയേറ്റീവ് എന്നുള്ളത്. ഞാൻ ഇവിടെ ജസ്റ്റ് വരച്ചു. വീണ്ടും AR ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് റെക്ടാങ്കുലറിൽ ക്ലിക്ക് ചെയ്യുന്നു. അസോസിയേറ്റീവ് കണ്ടോ നിങ്ങൾ? ഈ അസോസിയേറ്റീവ് നിങ്ങൾ ഓഫ് ആക്കി, അതായത് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് ക്ലോസ് അറേ കൊടുക്കുമ്പം പിന്നീട് നിങ്ങൾക്ക് ഇതിന്റെ എഡിറ്റിംഗ് ഓപ്ഷൻ കിട്ടത്തില്ല. കണ്ടോ? ഇതെല്ലാം എന്തായി മാറി? സെപ്പറേറ്റ് ഒബ്ജക്റ്റുകളായി മാറി എന്നർത്ഥം. ഒരു ഗ്രൂപ്പ് അല്ല. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. അസോസിയേറ്റീവ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് പറഞ്ഞ കൺസെപ്റ്റ് നിന്ന് പോയി. അപ്പൊ അസോസിയേറ്റീവ് ഉണ്ടെങ്കിലേ പിന്നീട് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നർത്ഥം. ക്ലിയർ അല്ലേ? അതാണ് അതിന്റെ ഗുണം. അസോസിയേറ്റീവിന്റെ ഒരു ദോഷമുണ്ട്. എന്താ ദോഷം? ഇപ്പൊ എനിക്കിപ്പം ഇതിന്ന് ഈ 2 മാത്രം ഡിലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. അസോസിയേറ്റീവ് ഉള്ളത് കൊണ്ട് നമുക്ക് 2 ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു പെർട്ടിക്കുലർ ഇത്രയും ഒബ്ജക്റ്റുകളിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ അസോസിയേറ്റീവ് അങ്ങ് തകർക്കണം. അതായത് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അങ്ങ് കളയണം. എങ്ങനെ കളയാം? നമുക്കറിയാം, ഏതൊരു സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരുണ്ട്? എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ആരുണ്ട്? എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡിന്റെ ഷോർട്ട് കീ എന്താണ്? എക്സ് ആണ്. എക്സ് ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. മൊത്തം ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. നോക്കിയേ, കണ്ടോ? ആ ഒരു അസോസിയേറ്റീവ് പറഞ്ഞ ഫംഗ്ഷൻ പോവുകയും ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? വളരെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി. ദെൻ ഇനി നിങ്ങളോട് ചിലപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു റെക്ടാങ്കുലർ അറേയുടെ ആവശ്യം എന്താണ്? അതായത് ഒരു ഡ്രോയിങ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ റെക്ടാങ്കുലർ അറേ ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്താം, അതായത് എന്ത് വരക്കാൻ പ്രയോജനപ്പെടുത്താം? ഉദാഹരണം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഒരു ക്ലാസ് റൂമിലെ ബെഞ്ചുകളുടെയും ഡെസ്കുകളുടെയും അറേഞ്ച്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിലെ ചെയറുകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഇതുപോലെയല്ലേ ഉണ്ടാവുക? കോളം റോ മോഡലല്ലേ ഉണ്ടാവുക? അങ്ങനെ പറയാം. ഒരു ഹാളിലെ ചെയറുകളുടെ ക്രമീകരണം എന്ന് പറയാം. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. റെക്ടാങ്കുലർ അറേയുടെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഒരു ഹാളിലെ ചെയറുകളുടെ ക്രമീകരണം, അല്ലെങ്കിൽ ക്ലാസ് റൂമിലെ ബെഞ്ചുകളുടെയും ഡെസ്കുകളുടെയും ക്രമീകരണം, അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിലെ ചെയറുകളുടെ ക്രമീകരണം എന്നൊക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ അറേ ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ അറേയാണ് പോളാർ അറേ. ഈ പോളാർ അറേ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിന് ചുറ്റും, അതായത് സർക്കുലർ മോഡിൽ അറേ ചെയ്യുന്നതിനെയാണ് പോളാർ അറേ എന്ന് പറയാ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു സർക്കിൾ വരച്ചു. ഞാൻ ആ സർക്കിളിന്റെ മുകളിൽ ഒരു റെക്ടാങ്കിൾ വരച്ചു. ഈ റെക്ടാങ്കിൾ ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. നമ്മൾ ഇതിന് ചുറ്റുമാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സർക്കുലർ അറേ ആയതുകൊണ്ടാണ് ഒരു സർക്കിൾ വരച്ചത്. നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് റെക്ടാങ്കിളിനെയാണ്. AR ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് റെക്ടാങ്കിൾ. അതിനെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ദെൻ ഇവിടെ പോളാർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം. പോളാർ ക്ലിക്ക് ചെയ്യുക. സ്പെസിഫൈ സെന്റർ പോയിന്റ് ഓഫ് അറേ എന്ന് പറയുന്നുണ്ടല്ലോ. സർക്കിളിന്റെ സെന്റർ ഏതാണോ അത് തന്നെയാണ് നമ്മുടെ അറേയുടെ സെന്ററും. സർക്കിളിന്റെ സെന്ററിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ എന്ത് വന്നു? 6 ഒബ്ജക്റ്റ് വന്നു. ഐറ്റംസ് എന്നുള്ളതിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 6 എണ്ണമാണ് ഉള്ളത്. ഞാൻ ഇവിടെ 4 കൊടുത്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ 4 എണ്ണമായി മാറി. ക്ലിയർ അല്ലേ? വീണ്ടും ഐറ്റംസിൽ ഞാൻ 6 കൊടുക്കുന്നു. ഈ ബിറ്റ്വീൻ എന്താ? ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊരെണ്ണത്തിലേക്കുള്ള ആംഗിൾ ആണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ആംഗിൾ ആണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അറിയാലോ, 60 × 6 360. അപ്പൊ ഒന്നിന്ന് മറ്റൊന്നിലേക്കുള്ള ആംഗിൾ 60 ആണ്. അപ്പൊ 6 ഒബ്ജക്റ്റ് ഉണ്ട്. 60 × 6 360. ഫിൽ ആംഗിൾ അഥവാ ഫില്ലിനകത്ത് ഞാനൊരു 180 എന്ന് കൊടുത്താൽ ഈ 6 എണ്ണം 180ക്കുള്ളിൽ നിൽക്കും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് വന്നത്. ശ്രദ്ധിച്ചേ, എനിക്ക് ഇങ്ങനെയല്ല ഈ സൈഡിലേക്കാണ് വരേണ്ടതെങ്കിലോ
നിങ്ങൾ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ ഓപ്പോസിറ്റ് വരും. ഡയറക്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങോട്ടും, ഈ ഡയറക്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങോട്ടും വരും. ക്ലിയർ അല്ലേ? ഇവിടെ 360 എന്ന് കൊടുക്കുക. ക്ലിയർ. then അടുത്തത് വരുന്നത് റോസ് ആണ്. ഇതിപ്പോ ഒറ്റ റോ അല്ലേ ഉള്ളത്. രണ്ടാമത് റോ കൂടെ വേണമെങ്കിൽ ഞാൻ ഇവിടെ 2 എന്ന് കൊടുക്കുമെന്ന് സംഭവിച്ചു. രണ്ടാമത് റോ, ഒരു റോ. ശ്രദ്ധിക്കണേ, ഈ റോയുടെ കേസിൽ വരുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ആണ്, ആംഗിൾ അല്ല. ഇപ്പൊ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ സെന്ററിൽ നിന്ന് മറ്റേതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ. ഞാനൊരു 400 എന്ന് കൊടുക്കുകയാണ്. ക്ലിയർ അല്ലേ? then ഇത് ഞാൻ എത്രയാക്കി? 3 ആക്കി. ഓക്കെ, അപ്പൊ എത്രയായി? 400, 400, 800. 3 ഒബ്ജക്റ്റ് വന്നതുകൊണ്ട് 2 ഡിസ്റ്റൻസ്. ക്ലിയർ. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 കൊടുത്താൽ മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ ശ്രദ്ധിക്കുക, അസോസിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്ത് ക്ലോസ് അറേ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വീണ്ടും ഇതിനെ ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് വരാൻ പറ്റുള്ളൂ. അസോസിയേറ്റീവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ വീണ്ടും എഡിറ്റിംഗ് ഓപ്ഷൻ കിട്ടത്തില്ല. ദെൻ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഓപ്ഷൻ റൊട്ടേറ്റ് ഐറ്റംസ്. എന്താണ് റൊട്ടേറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാല് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ അറേ ചെയ്ത് വരുന്നത്. അതായത് ആ ഒരു സർക്കിളിന് ചെരിവ് ആയതുകൊണ്ട് ആ സർക്കിളിന്റെ ചെരിവിനനുസരിച്ച് ആ ഒബ്ജക്റ്റും ചെരിഞ്ഞിട്ടാണ് അറേ കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ് കിട്ടുന്നത്? റൊട്ടേറ്റ് ഐറ്റംസ് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. റൊട്ടേറ്റ് ഐറ്റംസ് ഓഫ് ആക്കുക, സ്ട്രെയിറ്റ് ആയി. വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ അതും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഏത് അറയാ ബാക്കിയുള്ളത്? പാത്ത് അറയാണ് ബാക്കിയുള്ളത്. അപ്പോ വെയിറ്റ്, ഇതിനൊരു എക്സാമ്പിൾ, അതായത് ഇത് ഏതൊക്കെ കൺസെപ്റ്റിലാണ് അല്ലെങ്കിൽ എന്ത് വരക്കാനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു സർക്കുലർ ടൈപ്പ് ഡൈനിങ് ടേബിളിൽ ചെയറുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പോലെ, അതായത് ഒരു സർക്കുലർ ടൈപ്പ് ഡൈനിങ് ടേബിളിൽ ചെയറുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അതിനടുത്തതാണ് പാത്ത് അറേ. പാത്ത് അറേ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പ്ലൈൻ വരക്കാണേ. ഓർത്ത് ഓഫ് ആക്കണേ സ്പ്ലൈൻ വരക്കുമ്പോൾ. സ്പ്ലൈൻ തന്നെ വേണമെന്നില്ല, ലൈൻ ആയാലും മതി. ഞാൻ ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടി ഇങ്ങനെ സ്പ്ലൈൻ വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സർക്കിൾ വരച്ചു. AR ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. പാത്ത് ഓപ്ഷൻ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. കണ്ടോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും മറ്റൊന്നിലേക്ക് ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ 556 ഉള്ളത്. ഇതിന് പകരം ഞാൻ എന്താക്കുന്നു? ഒരു 600 ആക്കുന്നു വിചാരിക്കും. അപ്പൊ ഞാൻ ഡിസ്റ്റൻസ് കൂടുന്തോറും എണ്ണം കുറയുന്നുണ്ടോ? ഞാനിപ്പോ ഇവിടെ ഒരു 1000 ആക്കി. മനസ്സിലായോ? ഡിസ്റ്റൻസ് കൂടുമ്പോൾ എണ്ണം കുറയുന്നു, ഐറ്റംസ് കുറയുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ ഞാൻ ക്ലോസ് അറേ ചെയ്തു. ഇനി ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു ഏറോ മാർക്ക് ഉണ്ടോ? നിങ്ങൾ ഈ ഏറോ മാർക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഡിസ്റ്റൻസ് കുറയുന്നു. ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഡിസ്റ്റൻസ് കുറയുന്നു, എണ്ണം കൂടുന്നു. ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നു, എണ്ണം കുറയുന്നു. ഡിസ്റ്റൻസ് കുറയുന്നു, എണ്ണം കൂടുന്നു. ഡിസ്റ്റൻസ് കൂടുന്നു, എണ്ണം കുറയുന്നു. മനസ്സിലായല്ലോ? ക്ലിയർ. ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ക്ലിയർ. ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രെച്ച് ആണ്. ഈ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ഇതിനെ വലിച്ചു നീട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു റെക്ടാങ്കിൾ വരച്ചു, ഡയമെൻഷനിൽ വന്ന് 200 നീളവും 100 വീതിയുള്ള റെക്ടാങ്കിൾ ആക്കി മാറ്റി കേട്ടോ. ദെൻ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. ഇതിന് മിഡ് പോയിന്റിൽ ഒന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നോക്കിയേ, നമ്മളിവിടെ ജസ്റ്റ് വന്ന് ഇതിനകത്ത് വെക്കുമ്പോൾ തന്നെ സ്ട്രെച്ച് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ഇതിനകത്ത് മൗസ് വെക്കുമ്പോൾ തന്നെ ആ സ്ട്രെച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓർത്ത് ഓൺ ആക്കിയിട്ട് എനിക്കിവിടെ എക്സ്ട്രാ ഒരു 50 കൂടെ കിട്ടണം. അപ്പൊ 50 കൊടുത്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂ 250 ആയിരിക്കും. ഒന്ന് അളന്ന് നോക്കിയേ, കണ്ടോ? 250 ആണ്. ഇനി എനിക്ക് ഇതിൽ നിന്നൊരു 50 കുറക്കണമെങ്കിലോ ഇത് സെലക്ട് ചെയ്യുക, ഇവിടെ മൗസ് വെക്കുക, സ്ട്രെച്ച് എടുക്കുക, ഇങ്ങോട്ട് വെക്കുമ്പോൾ എന്തായിരിക്കും? കുറയും. ഇങ്ങോട്ട് വെക്കുമ്പോൾ കൂടും. ഇത് കുറവും ഇത് കൂടുതലുമാണ്. then ഇങ്ങോട്ട് വെക്കുക. എത്ര കൊടുക്കാം? 50 അല്ലേ കുറക്കേണ്ടത്? 50 കൊടുക്കുക, എൻ്റർ ചെയ്യാം. 200 ആയി. ക്ലിയർ അല്ലേ? ഇത് നോക്കിയേ, ഇതിനെ സെലക്ട് ചെയ്ത് ഈ പോയിന്റ് മാത്രമാണെങ്കിലോ ഇവിടെ വരിക, സ്ട്രെച്ച് വെർട്ടെക്സ്. ഇത് അവിടെ നിന്ന് 100 കൊടുക്കണം. അപ്പൊ വെർട്ടെക്സ് മാത്രം എന്താവും? 100 ആവും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെച്ച് പറഞ്ഞ പർപ്പസ് യൂസ് ചെയ്യാം. ക്ലിയർ. സ്ട്രെച്ച് ഓക്കെ അല്ലേ? അടുത്തത് ബ്രേക്ക് ആണ്. സ്ട്രെച്ച് പറഞ്ഞാൽ വലിച്ചു നീട്ടുക എന്നുള്ളതാണ്.
ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുമ്പം ഞാനൊരു ലൈൻ വരയ്ക്കുകയാണെ 100 ബ്രേക്ക് ചെയ്യാം. ബ്രേക്കിന്റെ കമാൻഡ് BR ആണ്. എന്താണ് BR? എന്ത് ചെയ്യുക? ബ്രേക്ക് സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. ഒബ്ജക്റ്റിന് മേലെ ക്ലിക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിന് മേലെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ഭാഗം ഇവര് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അത് ഫസ്റ്റ് പോയിന്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിലെ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്താവും? നമുക്ക് തീരുമാനിക്കുക എവിടെയാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഞാനൊരു പോയിന്റ് തീരുമാനിച്ചു. പിന്നെ ഡയറക്ഷൻ ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് കൊടുക്കുകയാണ്, 50 കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 50 ആയിരിക്കും. എന്നുള്ള നോക്കിയേ, ലീനിയർ ഡയമെൻഷൻ എടുക്കാം, 50 ആണ്. ക്ലിയർ അല്ലേ സംഭവം? ഓക്കെ, ഇതാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. അടുത്തത് ബ്രേക്ക് അറ്റ് പോയിന്റ് ആണ്. ഓക്കെ, നിങ്ങളിവിടെ മോഡിഫൈയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കിട്ടും, ബ്രേക്ക് അറ്റ് പോയിന്റ് ഇവിടെ ഉണ്ടാവും. ബ്രേക്ക് അറ്റ് പോയിന്റിന് കമാൻഡ് ഇല്ല, നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കണം. മോഡിഫൈയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതാണ് ബ്രേക്ക് അറ്റ് പോയിന്റ്. ബ്രേക്ക് അറ്റ് പോയിന്റ് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റിൽ നിന്ന് ബ്രേക്ക് ചെയ്യലാണ്. ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക, സ്പെസിഫൈ ബ്രേക്ക് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ പോയിന്റ് രണ്ടായിട്ടുണ്ടാവും കേട്ടോ, ഇതൊന്നായി. പഴയതുപോലെ ആക്കണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ജെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, ജോയിൻ ആയി. ക്ലിയർ അല്ലേ? ഇനി എന്താ ബാക്കിയുള്ളത്? ഡിവൈഡും മെഷറും ഉണ്ട്. വാട്ട് ഈസ് ഡിവൈഡ്? തുല്യമായി ഭാഗിക്കുക. ഞാനൊരു ഒബ്ജക്റ്റ് വരച്ചു, ഇതിന് ആ ലൈനിന്റെ അളവൊന്നും നോക്കണ്ട ഡിവൈഡ് ചെയ്യുമ്പോൾ, എന്നാലും ഞാൻ അളവ് കൊടുത്ത് വരച്ചു എന്നേ ഉള്ളൂ. ഡിവൈഡ് എന്ന് പറയുമ്പോൾ തുല്യമായി ഭാഗിക്കുക. ഡിവൈഡിന്റെ കമാൻഡ് DIV ആണ്, എന്റർ ചെയ്യുക. സെലക്ട് ഒബ്ജക്റ്റ് ടു ഡിവൈഡ്, ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുക. എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? എന്റർ ദ നമ്പർ ഓഫ് സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായി ഡിവൈഡ് ചെയ്യണം എന്നർത്ഥം. എത്ര കൊടുക്കുന്നു? ഒരു 5 എന്ന് കൊടുത്ത് എന്റർ ചെയ്യുന്നു. 5 എന്ന് ഞാൻ കൊടുക്കുമ്പം ശരിക്കും ഇത് ഡിവൈഡ് ആയി, 5 ഭാഗമായിട്ട് ഡിവൈഡ് ആയി. പക്ഷെ പോയിന്റുകൾ കാണുന്നുണ്ടോ ഡിവൈഡിന്റെ? ഇല്ല. അപ്പോൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം പോയിന്റുകൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? P ടൈപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുക. എന്ത് യൂസ് ചെയ്യുക? P ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. ഇപ്പൊ ഈ പോയിന്റ് നിലവിലുള്ളത് കൊണ്ടാണ് ഇത് കാണാത്തത്. സെന്റർ ഒക്കെ സ്പെസിഫിക് ആയിട്ട് കാണുന്ന ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. ഓക്കെ കണ്ടോ, 1 2 3 4 5. ഇവിടെ നമുക്ക് ലൈനൊക്കെ, നമുക്ക് വിൻഡോ ഒക്കെ വരയ്ക്കാൻ എളുപ്പത്തിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ അതൊക്കെ പറയും കേട്ടോ. പ്ലാന്, എലിവേഷൻ, സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ട്യൂട്ടോറിയൽ വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കട്ടൊക്കെ കൂടെ നിൽക്കുക. ഓക്കെ, നമുക്കെല്ലാം സെറ്റ് ആക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ഡിവൈഡ് എന്ന് പറയുമ്പം തുല്യമായിട്ട് ഭാഗിക്കലാണ്. അതിൽ ഈ ടോട്ടൽ കർവിന്റെ ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് വിഷയമല്ല. അത് എത്രയാണോ ഡിസ്റ്റൻസ് ഉള്ളത് അതിന് തുല്യമായി ഭാഗിച്ചു തരും. എന്നാൽ ഒന്നിന്ന് മറ്റൊന്നിലേക്ക്, അതായത് ഡിവൈഡ് ചെയ്യുമ്പം ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള അളവ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെങ്കിലോ, കൃത്യമായ അളവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതിനെയാണ് നമ്മൾ മെഷർ എന്ന് പറയാം. ME ആണ് കമാൻഡ് വരുന്നത്, ME. സെലക്ട് ഒബ്ജക്റ്റ് ടു മെഷർ, ക്ലിക്ക് ചെയ്യാം. സ്പെസിഫൈ ലെങ്ത് ഓഫ് സെഗ്മെന്റ്, എനിക്കിപ്പോ വേണ്ടത് ഒരു 20 ആണെന്ന് വിചാരിക്കും. 20 കൊടുത്ത് എന്റർ ചെയ്യുന്നു. അപ്പൊ നടന്നു നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് 20 കണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഓ 1 2 3 4 5. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഇപ്പം നമ്മളിപ്പോ ഒരു 10 അധികമുള്ള ഒരു വാല്യൂ കൊടുത്തെന്ന് വിചാരിക്കും. അപ്പൊ ആ 10 അധികം അതുപോലെ തന്നെ കിടക്കുന്നുണ്ടാവും. ഒന്ന് നോക്കിയേ, ഞാൻ 110 കൊടുക്കുന്നത് വിചാരിച്ചു. അപ്പൊ ഇത് 20 × 5 100 കൃത്യമായിട്ട് കൊടുത്തോണ്ടല്ലേ എന്റെ പോയിന്റ് വന്നേ. ഞാൻ മെഷർ എടുത്തു, ക്ലിക്ക് ചെയ്യുന്നു, 20 എന്ന് കൊടുക്കുകയാണ്. നോക്കിയേ, ഇത് 20 ഇത് 20 ഇത് 20 അല്ല 20 ആണ്. ബാക്കി 10, അതിൽ പിന്നെ 20 എടുക്കാനില്ലല്ലോ, അതുകൊണ്ട് ആ 10 അങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് വെക്കും. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടൊക്കെ കൂടെ നിൽക്കുക. ഓക്കെ, ദെൻ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് തീർന്നു. ബൈ ബൈ, നാളെ കാണാം.